ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? BB380 എങ്ങനെ ലാഭകരമായിട്ട് വളർത്താം എന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് തന്നെയാണ് കേട്ടോ. എന്നെ അനിയത്തിയും കളിയാക്കാറുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വെണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് സംശയങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ ഇവള് ഡോക്ടറാന്ന് കണ്ടില്ലേ, ഇവളെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ ഡോക്ടറൊന്നും അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പം കുറച്ചൊക്കെ, കാരണം ഇതുങ്ങളെ വളർത്തി തുടങ്ങിയതിന് ശേഷം കുറച്ച് അറിവുകളുണ്ട്. അതെനിക്കറിയാവുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഞാൻ അവരോട് പറഞ്ഞ് തിരിച്ച് ഞാൻ അവർക്കും കൗണ്ടർ അടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് BB380 നമുക്ക് എങ്ങനെ തീറ്റ കൊടുക്കണം, അതേപോലെ തന്നെ അവർക്ക് എന്ത് മരുന്നുകളൊക്കെ കൊടുക്കാൻ കഴിയും, അവരെ എങ്ങനെ മുട്ട ഉൽപ്പാദനം കൂട്ടാൻ കഴിയും, അതുപോലെ തന്നെ ഇത് ചെറുകിട കർഷകർ വളർത്തിയിട്ട് ഭയങ്കര നഷ്ടം വരുന്നു എന്ന് പറഞ്ഞാണ് എന്നെ ഒരുപാട് പേര് കോൾ ചെയ്യുന്നത്. ഞാൻ ഇതിനെ എങ്ങനെ വിജയകരമാക്കി വളർത്തി മുട്ടയെടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സക്സസ്സിലേക്ക് എത്തി എന്നൊരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വീഡിയോ ഒരിത്തിരി ലെങ്ത് ആയിരിക്കും, എന്നാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. അത് 100% ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാണോ അത് ഇതിൽ സക്സസ് ആയത് എന്ന ഈ സ്റ്റോറി നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 100% നിങ്ങളും ഇതിൽ സക്സസ് ആകുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഇതിനോടൊക്കെ ഒരു താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അതല്ലാത്തവർ, അതായത് കോഴി വളർത്തൽ മേഖലയൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ, എന്നോടുള്ള സ്നേഹം കൊണ്ട് കാണുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്കും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ കുറ്റം പറയാൻ വേണ്ടി കാണുന്നവർ കാണണ്ട കേട്ടോ. ഇത് കാരണം ഞാൻ ഇതിനകത്തിൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വലിച്ചു നീട്ടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഒന്നാമത്തെ കാര്യം തന്നെ ഞാൻ പറയാം. BB380 കോഴികളെ വളർത്തുന്നത് 100% ലാഭകരമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. കാരണം ഞാൻ പല ഇനം കോഴികളെ ഇവിടെ വളർത്തി നോക്കി. വളർത്തി എനിക്ക് കൈനഷ്ടമല്ലാതെ 1 രൂപ ലാഭം എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം കോഴികളെ മേടിക്കും, വളർത്തും, കുഞ്ഞുങ്ങളെ മേടിച്ചോണ്ട് 120-150 രൂപ കൊടുത്ത് കോഴി കുഞ്ഞുങ്ങളെ മേടിച്ചോണ്ട് വന്ന് വളർത്തി ഒരു പരുവമാകുമ്പോൾ ഇതുങ്ങൾക്ക് ദീനം വന്ന് ചാകാൻ തുടങ്ങും. 2 ദിവസം തൂങ്ങി നിൽക്കും, ചത്തുപോകും. നമുക്ക് മുട്ടയിട്ട് ഇതിൽ നിന്ന് നല്ലൊരു ലാഭമൊന്നും എനിക്ക് സത്യസന്ധമായിട്ട് പറയാമല്ലോ എനിക്ക് കിട്ടിയിട്ടില്ല. അതേസമയം ഞാൻ സക്സസ്സിലെത്തിയത് BB380 കോഴികളെ എടുത്തപ്പോഴാണ്. ഞാൻ നിസ്സാരം 20 കോഴികളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 20 കോഴി എനിക്ക് വളരെ 100% ഞാൻ പറയുന്നത് എനിക്ക് ലാഭം ഞാൻ ആക്കിയെടുത്തു. ഞാൻ എങ്ങനെയാണ് ലാഭമാക്കിയെടുത്തത് എന്ന കഥകളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഒന്നാമത്തെ പോയിന്റ്, ഞാൻ അവർക്ക് കറക്റ്റ് ടൈമിങ്ങിൽ ഫുഡ് കൊടുക്കും. ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ 3.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ആ 3.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വിരമരുന്നും കാര്യങ്ങളും നൽകിയതിന് ശേഷമായിരുന്നു അവരെനിക്ക് തന്നത്. 350 രൂപ റേഞ്ച്, 340 രൂപ റേഞ്ച്, 340 രൂപ റേഞ്ച് കൊടുത്താണ് ഞാൻ അവരെ ഒരാളെ എടുത്തത്. അങ്ങനെ കൊണ്ടുവന്ന ആൾക്കാരാണ് അവരാ. ആ 340 രൂപ വെച്ച് കൊടുത്ത എൻ്റെ കോഴിയുടെ പൈസ തിരിച്ചു തന്നു കഴിഞ്ഞു. പിന്നെ തീറ്റ ചെലവ് അവർ തരുന്നുണ്ട്, എനിക്ക് ഇച്ചിരി ചില്ലറയെ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇങ്ങനെയാക്കാൻ എനിക്ക് കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കറക്റ്റ് ടൈമിങ്, ഞാൻ പറഞ്ഞല്ലോ 3.5 മാസം ആയപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 80 ഗ്രാം തീറ്റ, അതായത് ഒരു കോഴിക്ക് 80 ഗ്രാം തീറ്റ വീതമായിരുന്നു കൊടുത്തിട്ടുണ്ട്. അവരെന്നോട് അങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞത്. ഒരു ദിവസം 80 ഗ്രാം തീറ്റ. അത് ഞാൻ രാവിലെ സമയത്ത് ഒരു 40 ഗ്രാമും വൈകിട്ട് സമയത്ത് ഒരു 40 ഗ്രാം. രാവിലെ 9 മണിക്ക് ഞാൻ ഫുഡ് കൊടുക്കും, വൈകിട്ട് 4 മണിക്ക് ഫുഡ് കൊടുക്കും. ഇത് ഫുഡ് ടൈം ഞാൻ തെറ്റിക്കാറേ ഇല്ല കേട്ടോ. ഈ 2 ടൈമിൽ ഫുഡ് കൊടുക്കും. പിന്നെ സമയത്ത് ആവശ്യത്തിന് വെള്ളം കൊടുക്കും. കുഞ്ഞു കോഴികളായിരുന്ന സമയത്ത് തീറ്റ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവർക്ക് വയറ് നിറയുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്നറിയാമോ? ഇവർക്ക് പിണ്ടി, അതായത് വാഴക്കാമ്പ്, അത് പിണ്ടി അരിഞ്ഞ് അവർക്ക് കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ വാഴയില, അതുപോലെ തന്നെ ചീര, മുരിങ്ങയില, ഇതൊക്കെ ഞാൻ അരിഞ്ഞവർക്ക് കൊടുക്കുമായിരുന്നു. സമയങ്ങളിൽ അവർക്ക് ഇതൊക്കെ അരിഞ്ഞു കൊടുക്കും. അല്ലാതെ അതായത് 9 മണിക്കും 4 മണിക്കും കൃത്യമായിട്ട് ഫുഡ് കൊടുക്കും. അത് 40 ഗ്രാം രാവിലെ, 40 ഗ്രാം വൈകിട്ടും. അങ്ങനെയാണ് ഞാൻ അവരെ ചെയ്തുകൊണ്ടിരുന്നത്. മുട്ട ഇടുന്നിടം വരെ
മുട്ട നമുക്ക്, അതായത് ഉൽപാദനം മുട്ട സ്റ്റാർട്ട് ചെയ്തില്ല, നമ്മൾ ഒരു മുട്ട, ആ ഒരു മുട്ട കാണുന്നിടം വരെ കൊച്ചു കോഴികളുടെ തീറ്റയും, ഒരു മുട്ട കണ്ടതിന് ശേഷം, ഒരു കോഴി മുട്ടയിട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നീട് നമ്മുടെ മുട്ടക്കോഴിയുടെ തീറ്റ കൊടുത്തത്. അത് ഈ ചോളമൊക്കെയുള്ള തീറ്റയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അവർക്ക് മുട്ടയിടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഗ്രാം തീറ്റയാണ് കൊടുക്കാൻ തുടങ്ങിയത്. രാവിലെ 50 ഗ്രാം, വൈകിട്ട് 50 ഗ്രാം, അങ്ങനെ 100 ഗ്രാം തീറ്റയാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ തീറ്റ കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കും കേട്ടോ. അതൊന്നെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ അമ്മ പോയി കൊടുക്കും. ആ ടൈമിങ് ഇവരുടെ കാര്യത്തിൽ ഞാൻ മാറ്റാറില്ല. ഇതാണ് ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കും. കാൽസ്യം സപ്ലിമെന്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒസോമിൻ വെള്ളത്തിൽ കലക്കി എല്ലാവരുടെയും വെള്ളത്തിനോടൊപ്പമാണ് കൊടുക്കുന്നത്. ഒസോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള കാൽസ്യമാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫോർ മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാൽസ്യം, ഇതാണ് കൊടുക്കുന്നത്. ഇതുമല്ലെങ്കിൽ നമുക്ക് എൻ്റെ കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ ഒന്നും കുറവില്ല. ഞാൻ ഈ കൃത്യമായിട്ട് ഇവർക്ക് ചീരയും അതും ഇതുമൊക്കെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഇവർക്ക് കാൽസ്യത്തിൻ്റെ വലിയ കുറവില്ല. ഇവർ മൊത്തയൊന്നും കൊത്തി കുടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ത് ചെയ്യും, മൃഗാശുപത്രിയിൽ ചെന്നിട്ട് അവരെ സമീപിച്ച് കഴിയുമ്പോൾ അവരൊരിനം ഇത് തരും, എന്താ പറയുന്നത്, കാൽസ്യം തരും. അത് വെള്ളത്തിൽ കലക്കി കൊടുക്കാറുണ്ട്. ഇതിലേതെങ്കിലും ആഴ്ചയിൽ ഒരു 3 ദിവസം കാൽസ്യം സപ്ലിമെന്റ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ മൃഗാശുപത്രിയും തന്നെ അവിടുന്ന് വൈറ്റമിൻ ആയിട്ടുള്ള ഇത് നമുക്ക് തരുന്നുണ്ട്. അതും വെള്ളത്തിൽ ആഴ്ചയിൽ 3 ദിവസം, അത് ഇടകലർന്ന് ഇത് ഒന്നിച്ചു കൊടുക്കത്തില്ല, എന്തെങ്കിലും ഇതായിട്ട് കൊടുക്കും. പിന്നെ വിരമരുന്ന് അത് കൃത്യമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അത് അവരുടെ എന്താ പറയുക, ഒരു 2.5 മാസം കൂടുമ്പോഴാണ് ഞാൻ ഇവിടെ വിരമരുന്ന് കൊടുക്കുന്നത്. എനിക്കറിയത്തില്ല അത് കറക്റ്റ് മെത്തേഡാണോ എന്തോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ 2.5-3 മാസം കൂടുമ്പം കറക്റ്റ് വിരമരുന്ന് കൊടുക്കാറുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കൂടിൻ്റെ അടിയും പാത്രങ്ങളും മാക്സിമം വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഇവർക്ക് അസുഖം വരാനുള്ള മെയിൻ കാരണം ഇവരുടെ കൂടിൻ്റെ അടി നല്ലതായിട്ട് കാഷ്ടമൊക്കെ നമ്മൾ ഒഴിവാക്കി വൃത്തിയായി സൂക്ഷിക്കാത്തതിൻ്റെ പേരില്ല. എൻ്റെ കോഴികൾക്ക് ദൈവമേ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഈ നിമിഷം വരെ എൻ്റെ കോഴികൾക്ക് ഒരു തൂക്കമാട്ടെ, ഒരു ഇതായ വാടി നിൽക്കുകയാട്ടെ, അങ്ങനെയുള്ള യാതൊരുവിധ അസുഖങ്ങളും വന്നിട്ടില്ല. കാരണം അവരെ ഞാൻ അതുപോലെ ഹൈജീനിക്കായിട്ടാണ് നോക്കുന്നത്. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ശുദ്ധജലമായിരിക്കണം. അതിനകത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യല്. വെള്ളപാത്രത്തിലൊക്കെ ഈ തീറ്റയുടെയൊക്കെ കൊത്തിയിട്ട് ചെളി പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് കഴുകി കളഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കാവൂ. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ തിരിച്ച് നമുക്ക് ആ ആത്മാർത്ഥത കിട്ടത്തുള്ളൂ, അല്ലേ? നമ്മൾ അവരിലേക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അവർ തിരിച്ച് നമ്മളിലേക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യും. ആ ഒരു കാര്യം അത് ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ പറയുക, അവരെ ഇടയ്ക്കൊക്കെ പോയി ഒന്ന് നിരീക്ഷിക്കണം. അവർ ആക്റ്റീവായിട്ടാണോ നിൽക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ കേസിൽ അവർക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് സമയങ്ങൾ ഈ 2 നേരം നമ്മൾ തീറ്റ കൊടുക്കുന്ന കഥ ഞാൻ പറഞ്ഞു. സമയത്ത് ഞാൻ ഇപ്പോഴും കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ വാഴപ്പിണ്ടിയോ അല്ലെങ്കിൽ ഇലകളോ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞിട്ട്. അതുപോലെ തന്നെ എന്താ പറഞ്ഞേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാനതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഗോതമ്പ് കിളിപ്പിച്ച് അതിൻ്റെ ഇല കണ്ടിച്ചൊക്കെ ഇവർക്കിട്ട് കൊടുക്കാം. നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്യും, നമ്മുടെ അവിടുത്തെ വയലിലെ നെല്ല് കിട്ടും. അവിടെ കൊയ്തൊക്കെ കഴിയുമ്പോൾ നെല്ല് കിട്ടുന്ന മങ്ക എന്ന് പറഞ്ഞൊരു സാധനം, അത് ഞാൻ വാരിക്കൊണ്ട് വെച്ചിട്ട് അത് ചിലപ്പം കുരിപ്പിച്ച് അതിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നീട് ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് കാര്യം പറയട്ടെ, ഈ തീറ്റ കറക്റ്റ് എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ അളന്നിങ്ങനെയൊക്കെ, എന്നെ ഇവിടെ കളിയാക്കാറുണ്ട് കേട്ടോ, നീ ഇതെങ്ങനെ ഈ അളന്ന് കുറിച്ചൊക്കെ കൊടുക്കുന്നതെന്ന്. അതങ്ങനെ തന്നെ കൊടുക്കണം. തീറ്റ ഓവറായിട്ട് കിട്ടിയാലുണ്ടല്ലോ ഇവർക്ക് നെയ് മുറ്റും. പിന്നെ ഈ മുട്ടയിടുന്ന സമയത്ത് മുട്ടയിൽ ഇങ്ങനെ ബ്ലെഡിൻ്റെ അംശം കാണും. അത് നെയ് മുറ്റി അവർക്കത് മുട്ടയിടാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. മുട്ടയ്ക്ക് ഒരുപാട് വലിപ്പം കൂടിയാലും പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഗ്രാജുവലി ഇവർക്ക് മുട്ടയിടാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഗ്രാജുവലി ഇവർക്ക് ലൈറ്റ് വെട്ടം കൂട്ടി കൊടുക്കുക. ഞാനിവിടെ എന്ത് ചെയ്യുന്നറിയാം, നമുക്ക് ഇത്ര മണിക്കൂർ വരെയുള്ള സന്ധ്യ 6 മണി വരെയൊക്കെ അല്ലേ ലൈറ്റ് കിട്ടുന്നത്. ഞാൻ ഒന്നെങ്കിൽ 2 എമർജൻസി ലൈറ്റോ എന്തെങ്കിലും അവിടെ കൊണ്ടുവച്ച്, എനിക്ക് അവിടെ ലൈറ്റ് ബൾബ് ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ 2 എമർജൻസി ലൈറ്റൊക്കെ കൂടിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവച്ച് കുറച്ച് നേരം കൂടെ അവർക്ക് വെട്ടം കൊടുക്കും. വെട്ടം കൂടുതലായിട്ട് അവർക്ക് കൂടുതൽ ടൈം കിട്ടുമ്പോൾ അവരുടെ മുട്ട ഉൽപാദനം കൂടും. അത് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന അറിവാണ് കേട്ടോ, ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്.
അപ്പം എന്നെ വിളിച്ചിട്ട് ഒരുപാട്, കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു, കോഴികൾ മോളെ ഇന്ന പോലെ, അത് ഇവിടുന്ന് കോഴിക്കോട്ടെന്ന് വിളിക്കുക ചേച്ചി കേട്ടോ. ആ ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, മോളെ എനിക്ക് 15 കോഴിയുണ്ട്, അതുങ്ങൾ മുട്ടയിടുന്നില്ല, മുട്ട കൊത്തി കുടിക്കുക, 7-8 മുട്ടയെ കൂടുതലൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അപ്പോൾ ആ ചേച്ചിക്ക് ഇത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, കാരണം ഞാൻ അനുജൻ്റെ മാരേജൊക്കെയാണ്, അതിൻ്റെ തിരക്കിൽ എനിക്ക് വിശദമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ചേച്ചി വിളിച്ചപ്പം. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് ലാഭം നമുക്ക് കിട്ടും 100%. ഞാൻ ഒരു മാസത്തേക്കിന്, അതായത് ഈ 20 കോഴിക്ക് എടുക്കുന്ന ഒരു മാസത്തേന് 1 ചാക്ക് തീറ്റയാണ് എടുക്കുന്നത്. ഈ 1 ചാക്ക് തീറ്റയിൽ ഒരു എന്താ പറയുക 4 ദിവസം മുമ്പേ, അതായത് ഒരു മാസം തികയുന്നതിന് മുമ്പേ നമ്മുടെ തീറ്റ തീരും. ആ 4 ദിവസത്തേക്കിന് നമ്മൾ ഇച്ചിരി തൂക്കി മേടിച്ച് അങ്ങനെ കൊടുക്കും. എന്നാൽ തന്നെ 1550 രൂപയാണ് ഒരു ചാക്ക് തീറ്റയ്ക്ക് എനിക്ക് ആവുന്നത്. ഞാൻ 1550 രൂപയുടെ മുട്ടയല്ല ഒരു മാസം വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5000 സംതിങ് രൂപയുടെ മുട്ട ഞാൻ ഒരു മാസം വിൽക്കുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, ഈ 20 കോഴിയിൽ നിന്ന് തന്നെ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നു. 1500 രൂപയുടെ തീറ്റ ഒരു മാസം കൊടുക്കുമ്പോൾ, അല്ല പോട്ടെ 1500 ഉള്ളത് 1750 രൂപയുടെ തീറ്റ കൊടുത്തെന്ന് വിചാരിച്ചു. 1750 രൂപയുടെ തീറ്റ ഞാൻ കൊടുക്കുമ്പോൾ ഈ 20 കോഴിയിൽ നിന്ന് ഞാൻ 9 രൂപ വെച്ച് കണക്ക് കൂട്ടിയിട്ടാണ് പറയുന്നത്, ഒരു മാസം 5000 സംതിങ് രൂപയുടെ മുട്ട ഞാൻ വിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് ലാഭമുണ്ടോ നഷ്ടമാണോ നിങ്ങൾ ഊഹിച്ച് പറയാം. അപ്പം ഇതിനെ, അതായത് കുറഞ്ഞ രീതിയിൽ ഞാൻ വളർത്തിയിട്ട് എനിക്ക് ഇത്രയും ലാഭം കിട്ടുന്നു. ഇതിനെ ഒന്ന് ബൾഗായിട്ട് വളർത്താൻ ഞാൻ ശ്രമിക്കുവാണെങ്കിൽ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പം BB380 വളർത്തുന്നവർ മെയിൻ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചിലപ്പോൾ എന്നെക്കാളും അറിവുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് യോജിക്കുവോ യോജിക്കാതിരിക്കുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ കുഞ്ഞറിവിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഇങ്ങനെയാണ് സക്സസ് ആയത്, ഞാൻ ഇതിൽ സക്സസ് ആണ്. ഞാൻ ഇനിയും 100% എൻ്റെ കയ്യിൽ ഒരു നല്ല എമൗണ്ട് കയ്യിൽ ക്യാഷ് കിട്ടിയാൽ ഞാൻ BB380 കോഴിയുടെ ഒരു ഫാം തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഞാൻ ഇതിനകത്തിലെ ഒരു വിജയം കണ്ടെത്തിയ വ്യക്തിയാണ്. അതായത് 20 കോഴിയിൽ നിന്ന് ഞാൻ വിജയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ 1000 കോഴിയിൽ നിന്ന് ഞാൻ എത്രമാത്രം വിജയം കണ്ടെത്തുമെന്ന് നിങ്ങളൊന്ന് പോട്ടെ. 1000 വേണ്ട, എൻ്റെ ഒരു ആഗ്രഹം ഒരു 100 കോഴി, ഒരു 100 കോഴിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സക്സസ്സിലെത്തും. എനിക്കൊരു നല്ലൊരു വരുമാനം എൻ്റെ കയ്യിൽ കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു 1000 കോഴിയെ വളർത്തണമെന്ന് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ആ 1000 കോഴിയിൽ ഞാൻ എത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരോടെല്ലാം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂൾ തുറക്കുമല്ലേ, എൻ്റെ മക്കൾക്കെന്ന് പറയാൻ പറ്റത്തില്ല, മോക്ക് ബാഗും പുസ്തകമൊക്കെ ഞാൻ മേടിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു 3 കുട്ടികൾ കൂടുള്ള മേടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ സാഹചര്യം, അതായത് വീട്ടിൽ അസുഖബാധിതരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട്, അപ്പം വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അതുപോലെ അത് അർഹതപ്പെട്ടവരും മാത്രമേ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവൂ. അങ്ങനെയുള്ള 3 കുട്ടികൾക്ക്, ഒരുപാട് പേർക്കൊന്നും കൊടുക്കാനുള്ള ഇതൊന്നും എനിക്കായി തുടങ്ങിയിട്ടില്ല. എൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് തുച്ഛമായ ഇതാണ്. ഞാനല്ല ഇതൊരിക്കലും തരുന്ന കേട്ടോ. നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോകൾ കണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്ത്, അതുപോലെ തന്നെ എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും പേരിലാണ് ഞാൻ ഈ തരുന്നത് ഈ 3 കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഞാനതിന് വലിയ പ്രത്യേകിച്ച് അല്ലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ, വീഡിയോ ഷെയർ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു റൂൾസും വെച്ചിട്ടല്ല ഇത് പറയുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു 3 കുട്ടികൾക്ക്, അതേ എനിക്ക് പറ്റൂ, അതിൽ കൂടുതൽ എന്നെക്കൊണ്ട് എൻ്റെ സാഹചര്യത്തിൽ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു 3 കുട്ടികൾക്കുള്ള അവർക്ക് സ്കൂൾ തുറപ്പിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അർഹതപ്പെട്ടവരെ കമൻ്റ് എഴുതിയിടാവൂ, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്നെ പേഴ്സണലി വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോയ്ക്കടിയിൽ സംശയങ്ങൾ ചോദിക്കൂ. അപ്പോൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും കേട്ടോ. അതെനിക്ക് വളരെ ഉപകാരമായിരിക്കും, മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ടാറ്റാ, ബൈ ബൈ, വീണ്ടും കാണാം.